കലാലയങ്ങളിലെ വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും ഏകപക്ഷീയമായ അവകാശി SFI മാത്രമല്ല, പല ഘട്ടങ്ങളിലും KSUവും ഇത്തരം പ്രവൃത്തികളിൽ മോശക്കാരല്ലെന്ന് തെളിയിച്ചിട്ടുണ്ട്. കാര്യവട്ടവും കൊയിലാണ്ടിയും SFI ഉദാഹരണമെങ്കിൽ ഏറ്റവും ഒടുവിൽ മട്ടന്നൂർ PRNSS കോളേജിൽ KSU ആണ് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തത്. ഏറിയും കുറഞ്ഞും എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ഇത്തരം സംഭവങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്ന കാഴ്ചകളിലൂടെ വ്യക്തമാകുന്നത്. വിദ്യാർത്ഥികളോട് ചെയ്ത വിഷയങ്ങൾ ഉൾപ്പെടെ എടുത്തു വെച്ച് നമ്മൾ കോടതിയിൽ പോകാം. നോക്കാൻ ഇയാൾ ഈ കസേരയിലെത്താതിരിക്കുന്നേ. എപ്പോ പിണറായി തമ്പുരാനായിരിക്കില്ല മുഖ്യമന്ത്രി ഇയാളെ സംരക്ഷിക്കാൻ. കാരണം നാണം കെട്ടവന്മാരെ പിടിച്ചിരുത്തിയിലൂടെ തിരുവനന്തപുരം കാര്യവട്ടത്തെയും കൊയിലാണ്ടിയിലെയും SFI ആക്രമണങ്ങളുടെ വാർത്ത വലിയ ചർച്ചയാകുമ്പോഴാണ് കണ്ണൂർ മട്ടന്നൂർ PRNSS കോളേജിൽ KSU നേതാവിന്റെ പ്രിൻസിപ്പലിന് നേരെയുള്ള അധിക്ഷേപം. തിരുവനന്തപുരമല്ല കണ്ണൂർ എന്നോർത്താൽ നന്ന്, ഇവിടുത്തെ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും നിങ്ങൾക്കറിയില്ലെന്ന് പ്രിൻസിപ്പലിന് നേരെ KSU ഭീഷണി. KSU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാലാടിൻ്റെതാണ് പാടില്ലാത്ത അധിക്ഷേപം. SFIയുടെ വിദ്യാഭ്യാസ ബന്ദിന് കോടതി വിധി മറികടന്ന് കോളേജിൽ പ്രിൻസിപ്പൽ അനുമതി നൽകിയെന്നതായിരുന്നു പ്രകോപന കാരണം. അവിടെ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് സമരങ്ങൾക്കൊക്കെ ഹൈക്കോടതി നേരിട്ട് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിലെ 2016 ശേഷം 8 വർഷങ്ങൾക്കിപ്പുറം ആദ്യമായിട്ടാണ് ഈ പ്രിൻസിപ്പാളിന്റെ ഒത്താശയോടുകൂടി അവിടുത്തെ അധ്യാപക സംഘടന കൂട്ടുനിന്നുകൊണ്ട് SFIയുടെ സമരം വെറും 2 വരി കടലാസിൽ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് രാവിലെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെന്ന് KSU നിരന്തരം സ്വയം വിശേഷിപ്പിക്കാറുണ്ട്. കേശവേന്ദ്രകുമാർ IASനെ കരിയോയിലൊടിച്ചതും ഒടുവിലെ മട്ടന്നൂർ കോളേജിലെ ഉദാഹരണവും ആ ധാരണയ്ക്ക് വിരുദ്ധമാണ്. മാധ്യമങ്ങൾ SFI ആക്രമണങ്ങളെ മാത്രം വിമർശന വിധേയമാക്കുന്നുവെന്നത് SFIയുടെ പരാതി. നമ്മൾ മട്ടന്നൂര് NSS കോളേജിൽ KSUവിന്റെ ജില്ലാ ഭാരവാഹി പ്രിൻസിപ്പളെ തെറിവിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടു. അത് കാണുന്നത് കണ്ണൂരിലെ ചില പ്രാദേശിക ചാനലുകളുടെ ഓൺലൈൻ ചാനലുകളിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പ്രിൻസിപ്പളെ കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിക്കുക, അത് എന്തിനാന്നുള്ളതാണ്. നീതി ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ SFI നടത്തിയ വിദ്യാഭ്യാസ ബന്ദിനെ കോളേജിൽ നമ്മൾ കൊടുത്തു, കോളേജ് അടക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതിന്റെ പുറത്ത് ആ വിഷയത്തിന്റെ മുരട്ടത്തോടെ നിൽക്കുകയാണ്. അവിടെ ആ കോളേജിൽ സമരം നടന്നു എന്നുള്ളതിന്റെ പേരിൽ പ്രിൻസിപ്പളെ കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിക്കുക. കഴിഞ്ഞ ഒരാഴ്ചത്തെ കലാലയ വെല്ലുവിളികളുടെ ഒറ്റനോട്ടത്തിലെ കാഴ്ച. പ്രതിസ്ഥാനത്ത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ മാത്രം പഴിച്ചാരുന്നില്ല. വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും അധിക്ഷേപങ്ങളുടെയും ഉത്തരവാദിത്ത തുലാസിൽ തട്ടുകൾ പലപ്പോഴും താഴ്ന്നും പൊങ്ങിയും നിൽക്കും. CPIM അതുപോലെ തന്നെ SFIയും അതുപോലെ തന്നെ വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. SFIക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. SFIക്ക് വരുന്ന ഏതെങ്കിലും ചെറിയ വീഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ആശയ വെല്ലുവിളികളുടെ സർഗാത്മകതയാണ് കലാലയങ്ങളുടെ ശരിയെന്ന് വിദ്യാർത്ഥി സംഘടനകൾ തിരിച്ചറിയണം. കൗമാരത്തിൻ്റെ ചോരത്തിളപ്പിൽ തെറ്റുകൾ പറ്റാം, പിശകുകൾ സംഭവിക്കാം. പക്ഷേ തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതാണ് നീതി. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.